നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റിനെ മാസ്ക് ചെയ്തുകൊണ്ട് ട്രാൻസിഷൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ്. അപ്പോൾ അത് ഡാവിഞ്ചിയും എഡിറ്റ് പേജും അതേപോലെ ഫ്യൂഷൻ പേജൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ 3 വീഡിയോസാണ് ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അത് ഫ്രീ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിളിൽ ഫ്രീ ഡാൻസിങ് വീഡിയോ എന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ രണ്ടാമത്തെ ട്രാക്കിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ട്രാക്ക് 2 ആണെങ്കിൽ ഇനി മൂന്നാമത്തെ ട്രാക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ട്രാക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ട്രാക്ക് വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് മേലേക്ക് വെച്ച് കൊടുത്താൽ ഒരു ട്രാക്ക് അങ്ങ് അപ്പിയർ ആവും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എത്ര ദൂരം വേണം എന്നുള്ളതൊന്ന് നോക്കാം. ഇത് ഒത്തിരി സ്ലോ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ട്രിം ചെയ്യുകയാണ്. എന്നിട്ട് ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണ്ട ഒരു സ്പീഡ് ആക്കുക. നിങ്ങൾക്ക് ഇതിന് മാറ്റണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ഇത്തിരി സ്പീഡാക്കണം തോന്നിയതുകൊണ്ടാണ് റിപ്പിൾ ടൈം കൊടുക്കുക, ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്തിരി സ്പീഡുള്ളൊരു വീഡിയോ ആയി മാറും. ഓക്കെ, ഇനി എനിക്ക് എത്ര ദൂരം വേണം നോക്കിയിട്ട് ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടാണ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ അവിടെ വെച്ചിട്ട് ഒരു കട്ട് ആഡ് ചെയ്യണം. ഇവിടെ കട്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടുന്ന് ബ്ലേഡ് എടുത്തിട്ട് ഒരു കട്ട് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് കട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ W അടിച്ച് കട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് W ആയിരിക്കില്ല ഷോർട്ട് കട്ട് ഉണ്ടാവുക. നിങ്ങൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടും ഒക്കെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ നോക്കിയിട്ട് മാറ്റുക കേട്ടോ. അപ്പോൾ അവിടെ ഒരു കട്ട് ആഡ് ചെയ്തു. ഇനി താഴേക്കുള്ളൊരു വീഡിയോ ഞാൻ അവിടേക്ക് താഴെ ലെയറിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്തു. അത് ഏകദേശം എത്ര വേണം എന്നുള്ളത് കൺഫേം ആക്കുക. അപ്പോൾ ഇതിൻ്റെ ഡാൻസ് ഏകദേശം തുടങ്ങുന്ന ഒരു ഇതിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യണേ. ഇവിടെ വെച്ചിട്ട് ബാക്കോട്ടേക്ക് ട്രിം ചെയ്തു. ഇനി അവിടുന്ന് കുറച്ച് ഭാഗം മുന്നോട്ടേക്ക് എടുത്ത ശേഷം ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പിൽ വെച്ചിട്ട് ഇവിടെ ഞാൻ ഒന്ന് ഫാസ്റ്റ് ആക്കട്ടെ. അതിൽ തന്നെ ഒരു ഇത്തിരി സ്ലോ ആണല്ലോ ചെയ്തു. ഇത് ഞാൻ ഒരു നേരത്തെ കാണിച്ച പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൈം ചേഞ്ച് ചെയ്യുക. ഒരു 300 കൊടുത്ത് ഇത്തിരി ഫാസ്റ്റ് ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടുന്ന് അങ്ങോട്ടാണ് ട്രാൻസിഷൻ വേണ്ടതെടുത്ത് അവിടെ ഒരു കട്ട് ഇട്ടു. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവച്ചു. ഇങ്ങനെ ചാടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടി അങ്ങനെ വരുന്ന ആ ഒരു ക്ലിപ്പ് വരെ ഉണ്ടെന്ന് അവിടെ ഞാൻ ട്രിം ചെയ്തേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തെ ക്ലിപ്പിനെ ആഡ് ചെയ്യണം. മൂന്നാമത്തെ ഈ ആൾ ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗം ഞാനിവിടെ പോസ് ചെയ്ത് വെക്കുകയാണ്. കാര്യം ഈ 2 ക്ലിപ്പ് കൂടെ മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ ക്ലിപ്പിൽ ആ വിഷയം വരില്ല. ഇത് വലിയ ആളായതുകൊണ്ട് ബാക്കിലുള്ള അത് മറഞ്ഞു പോകും. ഇതിപ്പോൾ ചെറിയൊരാളാണല്ലോ, അപ്പോൾ അതിനെ ഒരു ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതിട്ട് നോക്കിയിട്ട് അവിടെ ഒരു കട്ട് ആഡ് ചെയ്തിട്ട് ഇതിന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചേഞ്ച് ക്ലിപ്പ് സ്പീഡ് കൊടുത്തിട്ട് അവിടെ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുകയാണ്. ഫ്രീസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. ഇനി ആ ഒരു ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഡാൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇന്ന് ഞാൻ ഇനി ഏറ്റവും താഴെയുള്ള ലെയറിലേക്ക് ആഡ് ചെയ്യണേ. ഈ 2 ലെയറിനെ ഞാൻ സെലക്ട് ചെയ്ത് മേലോട്ടേക്ക് ആഡ് ചെയ്തു. ഏറ്റവും താഴെയുള്ള ലെയറിലേക്ക് ഇതിനെ ആഡ് ചെയ്തു. ആദ്യം ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 ക്ലിപ്പുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ഇതേപോലെ ഡാൻസ് കളിച്ചിങ്ങനെ സ്റ്റാർട്ടായിട്ട് അടുത്ത ക്ലിപ്പിലേക്ക് ചേഞ്ച് ആയി. ഇനി അടുത്തൊരു ക്ലിപ്പിലേക്ക് ചേഞ്ച് ആയി. ഇത് നമുക്കിനി ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മാജിക് മാസ്ക് എന്ന് പറഞ്ഞ ടൂളാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫ്യൂഷൻ്റെ അകത്തേക്ക് പോകണം. ഇനി നിങ്ങൾക്ക് മാനുവലി മാസ്ക് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെയും ചെയ്യാം കേട്ടോ. നേരെ ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് വന്ന് ഇവിടെ പ്ലേ ഹെഡർ ഇതിൽ കൊണ്ടുവെക്കുക കേട്ടോ. ഈ കട്ട് ചെയ്ത പോർഷനിൽ കൊണ്ടുവെക്കുക പ്ലേ ഹെഡർ. നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലിപ്പാണെന്ന് കൺഫേം ആക്കിയ ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കാം. ഓക്കെ അല്ലേ? മാജിക് മാസ്ക് എന്ന് പറഞ്ഞൊരു മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. മാജിക് മാസ്ക് ഇതേപോലെ ആഡ് ചെയ്ത് കണക്റ്റ് ആയെന്ന് കൺഫേം ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും. ഇത് തന്നെയാണെന്ന് കൺഫേം ആക്കുക. ഇവിടെ ബെറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബെറ്റർ കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ സബ്ജക്റ്റിനെ ഇതേപോലെ ഒന്ന് വരച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട് അല്ലേ? ഇനി എന്താണെന്ന് പറയാം, നേരെ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് കിട്ടില്ല. എങ്ങനെയാണ് സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വർക്ക് ഇവിടെ ഒരൊറ്റ പൊസിഷനിൽ മാത്രം കണ്ടോ ഇതേപോലെ ആയിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഫ്യൂഷൻ്റെ അകത്ത് തന്നെ വന്ന ശേഷം ഈ ഇവിടെ ഒരു വെള്ള കുത്ത് കാണാൻ പറ്റും. ഒരു വെള്ള വര, ഒരു ചെറിയ വര, അതാണ് മാസ്ക് ചെയ്ത പോയിന്റ്. ആ പോയിന്റിൽ തന്നെ കൊണ്ടുവച്ച ശേഷം ഇനി നമ്മളിവിടെ ഫോർവേഡ് ബാക്ക്വേഡ് ട്രാക്ക് ചെയ്യാം. അപ്പോൾ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ട്രാക്ക് ആവും. ആ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആവുന്നവരെ കാത്തുക. ഈ ഒരു ചുവന്ന ഐക്കൺ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒന്ന് തിരിച്ച് ബാക്കോട്ട് പോയിട്ട് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, നമ്മൾ ട്രാക്കിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ എഡിറ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ ഇവിടെ അപ്ലൈ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതേപോലെ വന്നിട്ട് അടുത്തൊരു ആ ഒരു ട്രാൻസിഷൻ അവിടെ അപ്ലൈ ആയേ. ഇനി വേണമെങ്കിൽ ഇത്തിരി സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഇനി വേണമെങ്കിൽ ഇങ്ങനെ മായഞ്ഞ് പോകുന്ന ഒരു രീതി കിട്ടണമെങ്കിൽ ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് ഈ എൻഡിൽ ഒരു ഐക്കൺ കണ്ടോ, ഒരു വെള്ള കളർ, അത് ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഫെയ്ഡായിട്ട് പോയിക്കോളും. കണ്ടോ, ഇങ്ങനെ വന്നിട്ട് കാണാതെ അങ്ങ് പോയിക്കോളും. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തതും ഇതേപോലെ സെയിം തന്നെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് വരിക. ആ മുകളിലെ ക്ലിപ്പിൻ്റെ അകത്ത് വന്ന് ഫ്യൂഷനിൽ വന്ന ശേഷം ഇവിടെയും ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. മാജിക് മാസ്ക് ആഡ് ചെയ്യാം.
എന്നിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഫോർവേഡ് ബാക്ക്വേഡ് ട്രാക്ക് ചെയ്യാം. ഓക്കെ, നേരെ നമ്മൾ എഡിറ്റ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഇത്തിരി കറക്റ്റ് ഇതിൻ്റെ മേലെ മുകളിലായി പോയില്ലേ. ഞാൻ നേരത്തെ ചെയ്ത് ഇത്തിരി സൈഡിലായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. ചാടി വന്നിട്ട് ഇയാളുടെ മേലേക്ക് വരും പോലെ. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പിനെ ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. അതേപോലെയുള്ള ക്ലിപ്പുകൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ട്രാൻസിഷൻ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത്തിരി ടൈം എടുത്തിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിലുള്ള ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഉണ്ടോ, ചാടിയിട്ട് ആളെ പുള്ളീൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടും പോലെ ആ ഒരു രീതിയിലുള്ള ട്രാൻസിഷൻ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് മാനുവലി മാസ്ക് ചെയ്തിട്ട് ഇതേപോലെ ട്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ഫ്യൂഷൻ്റെ അകത്ത് തന്നെ വരിക. ഫ്യൂഷനിൽ ഇവിടെ നമുക്കൊരു മെർജ് ആഡ് ചെയ്യണം. അതിന് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ നോഡ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നോഡ് ഇവിടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത ശേഷം ഔട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത ശേഷം ഈ ഒരു മീഡിയൻ്റെ ഔട്ടിൽ നിന്നൊരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെർജ് നോഡ് കിട്ടിയിട്ടുണ്ട്. ആ മെർജ് നോഡ് ഇവിടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് ആൽഫ ചാനലിലെ അത് 0ലേക്ക് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ മെർജിൽ നിന്ന് ഔട്ട് എടുത്ത് ഇവിടേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഒരു മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്യുക. അതവിടെ പോളിഗൺ എന്ന് പറഞ്ഞ മാസ്ക് ഉണ്ട്. ഈ മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് മാസ്കിൻ്റെ ഔട്ടിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഈ മെർജിൻ്റെ നീല കണക്ടറിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. കാണണമെന്നുണ്ടെങ്കിൽ ഈ പോളികളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഇൻവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ട ഏരിയയിലൂടെ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ മാസ്ക് ചെയ്ത് കൊടുക്കുക. ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ്. ഞാൻ സ്പീഡ് കാണിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മാസ്ക് ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് കാലൊക്കെ കൊടുക്കുന്ന പോലെ മാസ്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ മാസ്ക് ആയത് കണ്ടോ. ഇനി എന്ത് ചെയ്യുക, ഇതുപോലെ ഇൻവേർട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ടിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റ് മാത്രം കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പോയിന്റിൽ മാത്രമാണ് ഇത് മാസ്ക് ആയിട്ട് ഉണ്ടാവുക. ഇനി അടുത്തടുത്ത പോയിന്റിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ മാസ്ക് മാറുന്നതിനനുസരിച്ച് ഇതേപോലെ മാനുവലായിട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇവിടെ കീ ഫ്രെയിം അപ്ലൈ ആവുന്നുണ്ടാവും. ഇനി കുറച്ച് ബാക്കോട്ടേക്കാണെങ്കിൽ ഇതേപോലെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് മാനുവൽ മാസ്ക് ചെയ്യാം. ഇനി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാജിക് മാസ്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വർക്ക് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.